മോനെ നീ ഇറങ്ങിയാ? കട്ട മുഴുവൻ കുടിച്ചില്ലല്ലോ. ഓ വേണ്ട അമ്മേ. വെയിലുറയ്ക്കും മുമ്പ് ഇനി വരണേ. എന്ന് വെച്ച് ചീറിപ്പാഞ്ഞൊന്നും വരണ്ട കേട്ടാ. ഓ ചീറിപ്പാഞ്ഞത് റോഡ് ബൈക്കൊന്നുമല്ലല്ലോ, ഏറിയാലും 20 കിലോമീറ്റർ സ്പീഡിൽ പോവാം. ഇന്നെങ്കിലും ഒരു കോമടിക്കണം. കോമോ? അതെന്താ? അത് പറഞ്ഞാലൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഓ എനിക്കതൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല മോനെ. നീ പോയിട്ട് സൂക്ഷിച്ചു. ആ ശരി. സ്ട്രാവയിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സെഗ്മെൻ്റാണ്. ഇതുവരെ ആരും അങ്ങനെ അധികം ഈ വഴി പോയിട്ടില്ല. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഞാനായിരിക്കും ഈ സെഗ്മെൻറ്റിലെ കിങ് ഓഫ് മൗണ്ടൈൻ. ഏതോ പാട്ട സൈക്കിളാന്ന് തോന്നുന്നു. അവനെയും കൂടെ മൂപ്പിച്ചുണ്ടാകുമ്പോ കൊണ്ടുപോയാലോ കൂടെ? ശരിയാലിയാ, ഒപ്പിക്കാം. അവൻ കൂടെ വരുന്നേ വെറുതെ ഇട്ട് ഇളക്കാൻ ബാലിയ. കൂടെ വാ. വരുന്നുണ്ടേ വരട്ടെ കേട്ടാ. മൂപ്പിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകാം. എവിടെ? നമുക്ക് പോവാടേ. എന്തോ പോക്കാ പോയത്. എന്നാലും ആ പ്രതീക്ഷ അങ്ങ് പോയി കിട്ടി. അവർക്ക് വേറെ ഒരു വഴിയും കണ്ടില്ലേ. അല്ലെങ്കിൽ ഈ സൈക്കിൾ വെച്ചിട്ട് ഞാൻ എങ്ങനെ കോമടിക്കാനാ? എന്നെക്കാൾ എന്ത് വേഗത്തിലാണ് അവർ പോയത്. കോമൊക്കെ അടിക്കണമെങ്കിൽ വല്ല റോഡ് ബൈക്കും വേണം. ചെറിയ കളികളൊന്നുമല്ല, ഒരു വൻ പരിപാടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നേ അറിയിക്കാൻ പോകുന്നത്. പറഞ്ഞല്ല, നമ്മൾ സൈക്കിള് ഗീവ് പലതും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൊടുത്തതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1,00,000 രൂപ വില വരുന്ന ഒരു സൈക്കിൾ ഗീവ് ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് എന്റെ ഒരു വേദനിക്കുന്നൊരു കോടീശ്വരൻ 1,00,000 രൂപയുടെ ഒരു സൈക്കിൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതി ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? ആ കഥ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ അർഹനാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം രാവിലെ ഒരു 1,00,000 രൂപയുടെ സൈക്കിളായി നമ്മൾ എത്തുന്നതായിരിക്കും. ഇത് കേട്ട് നിങ്ങൾ ഞെട്ടിയില്ലെങ്കിൽ ഇനി വേറെ ഒന്നും കേട്ട് ഞെട്ടാൻ പോകുന്നില്ല. എന്ത് നോക്കിയിരിക്കണം, ഒന്നും നോക്കാനില്ല. നേരെ ചെല്ലും, ലിങ്കിൽ ചെന്ന് നിങ്ങളുടെ കഥ എഴുതും, സൈക്കിൾ സ്വന്തം. ഒരു നല്ല സൈക്കിൾ വാങ്ങണമെന്ന് നല്ല മോഹമുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും അമ്മയ്ക്ക് അത് സാധിക്കത്തില്ല. അതെനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചിട്ട് അമ്മയ്ക്കത് വാങ്ങിത്തരാൻ കഴിയാതെ വന്ന അമ്മയ്ക്ക് ഒരുപാട് വിഷമമാവും. അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കും. അല്ലെങ്കിൽ അമ്മ ഇതുവരെ അമ്മയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഒന്നും നേടിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനും ഒന്നും നേടാത്തത്. ആ അമ്മയുടെ മകനല്ലേ. അമ്മ എപ്പോഴും പറയാറുണ്ട്, ദൂരെ എവിടെ ഒരു മാലാഹ ഉണ്ടെന്ന്. ഒരു നാൾ ആ മാലാഹ നമുക്ക് സന്തോഷം കൊണ്ടുവന്ന് തരുമെന്ന്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ മാലാഹ രക്തവും മജ്ജയുമുള്ളൊരു മനുഷ്യനാണെന്നാണ്. ഓക്കേ, അപ്പൊ നമ്മളേവരും കാത്തിരുന്ന, നിങ്ങളേവരും കാത്തിരുന്ന ആ ചരിത്ര മുഹൂർത്തം ദാദാ ഇപ്പൊ ശരിക്കും സംഭവിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമായി ചെയ്ത 1,00,000 രൂപ വില വരുന്ന സൈക്കിൾ ഗീവേക്ക് അർഹനായിട്ടുള്ള അക്ഷയുടെ വീടിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ കയ്യിലുള്ള അഡ്രസ് പ്രകാരമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഉറപ്പില്ല. അക്ഷയ് നമുക്ക് വിളിക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, 1,00,000 രൂപയുടെ സൈക്കിളാണ് നമ്മൾ അക്ഷയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ഒന്ന് ഉറപ്പുവരുത്താം. അക്ഷയ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് അക്ഷയ് ഒന്ന് വിളിച്ചു നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് വിളിച്ചൊന്ന് പറ്റിച്ചു നോക്കാം. നമുക്ക് വല്ല പത്രമാണെന്നോ, അതായത് വല്ല ലെറ്റർ തരാനുണ്ടെന്നോ, എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അക്ഷയെ പറ്റിച്ചിട്ട് നേരെ കൊണ്ട് സാധനം കൈ കൊടുക്കാം. സംഗതി സൂപ്പർ സർപ്രൈസ് ആയിരിക്കും. എന്റെ കയ്യിൽ അക്ഷയുടെ നമ്പർ ഉണ്ട്. ഞാനൊന്ന് എടുത്തോട്ടെ. എടുത്തിട്ട് ഞാൻ ദേ വിളിക്കുകയാണ്. ഓക്കേ നോക്കട്ടെ. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, ഇത് അക്ഷയുടെ നമ്പറാണോ?
അതെ, ആരാണ്? ഓക്കെ. അക്ഷയ്, ഇതൊരു പോസ്റ്റ് തരാൻ വേണ്ടിട്ടായിരുന്നു. ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് തരാൻ വേണ്ടിട്ടായിരുന്നു. അപ്പോ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു താഴോട്ട് കിടക്കുന്ന റോഡില് ഇടത് സൈഡിൽ കാണുന്ന ആദ്യം ഇരിക്കുന്ന ആ ഓടിട്ട വീട് തന്നെയാണോ നിങ്ങളുടേത്? അതെ അതെ. അപ്പോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഒരു കത്ത് കൊടുക്കാൻ? അക്ഷയ് എന്റെ വീട്ടിലുണ്ടോ? ശരി, ഒരു 10 മിനിറ്റ് ഒരു കത്തുണ്ട്. അതൊന്നൊന്ന് ഒപ്പിട്ട് വാങ്ങിക്കണേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഓക്കെ, വന്നോളൂ. സംഗതി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അക്ഷയ് തന്നെ വീട്ടിലുണ്ട്. അപ്പൊ നേരെ ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ ഈ സൈക്കിളും എടുത്ത് കൊണ്ടൊരു ഉഗ്രം സർപ്രൈസ് അങ്ങ് കൊടുക്കാം. അപ്പൊ റെഡിയാണല്ലോ? കൂടെ പിടിച്ചോ. മിസ്റ്റർ വേദനിക്കുന്ന കൊടീഷൻ ഇറങ്ങിക്കോളൂ. സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് പണി തുടങ്ങാം. വണ്ടി അതിന്റെ മുതലാളിയായ താങ്കൾ തന്നെ ഇറക്കുന്നതാണ് നല്ലത്. ഇറക്കണേ. വളരെ വിലപിടിപ്പുള്ള വണ്ടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കിള്. റിജോയ് ഇവിടെ ഒന്ന് നിർത്തിക്കോളൂ. നമ്മുടെ സൈക്കിള് നിങ്ങൾ ഇതുവരെ വ്യക്തമായി കണ്ടിട്ടില്ലല്ലോ. ഞാനൊന്ന് വണ്ടി കാണിച്ചു തരാം. ദേ, ഇതാണ് നമ്മുടെ സൈക്കിൾ. ഓക്കെ, ട്രെക്കാണ്. ദേ കണ്ടല്ലോ, ട്രെക്കിന്റെ ബ്രാൻഡിങ് ഇവിടെ വരുന്നുണ്ട്. ഡൊമാനിയാണ്. ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സോറയുടെ ഗ്രൂപ്പ് സെറ്റ് ആണ്. ഈ വണ്ടി പറക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റാണ്. സൈക്കിൾ റെഡിയാണ്. അക്ഷയുടെ വീടും ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ റിജോ, നീ ഇവിടെ നിന്നോ, ഞാൻ പതുക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഈ ഇരിക്കുന്ന ആളാണ് അക്ഷയ് എന്ന് തോന്നുന്നു. നോക്കട്ടെ എന്താണ്. അക്ഷയല്ലേ? ഹലോ, എന്താ ഇവിടെ? എന്താണ് പരിപാടി? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ല, ഇദ്ദേഹമാണ് അക്ഷയ് എന്ന് പറയുന്ന ആള് കേട്ടാ. ഒരു ഗീവ് അവേ പങ്കെടുത്തില്ലേ? കഥയൊക്കെ എഴുതിയല്ലോ. ചെറുതായിട്ടല്ലേ? കഥ പറഞ്ഞ് കരയിച്ച ആളാണ്. റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലേ? നമ്മളെല്ലാം ഏറെ വിഷമിപ്പിച്ച ഒരു കഥയെ. അപ്പൊ വിചാരിച്ചു അക്ഷയ് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. പങ്കെടുത്തിട്ട് എന്തായെന്ന് അന്വേഷിച്ചോ ഗീവ് അവേക്ക്? അതൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അക്ഷയോടുള്ള കുറച്ചു ദൂരം നടക്കാം. പിന്നെ പറയും. അപ്പൊ എന്തൊക്കെയാണ് പരിപാടി? ഈ സൈക്കിൾ എവിടെങ്കിലും കണ്ടതായിട്ടോ? ഇതല്ലേ ഗീവ് അവേ സൈക്കിൾ? ഇതാണ് ഗീവ് അവേ സൈക്കിൾ അല്ലേ? സൈക്കിൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. വിന്നർ ആരാണ്? ആരാവണം? ഞാനാണ് വിന്നർ. എടാ, നിന്റെ സൈക്കിളാണ് ഇന്ന് മുതൽ. ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു കഥ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു സൈക്കിൾ തന്നില്ലെങ്കിൽ പിന്നെ ഈ ചാനലിലും ഈ ഗീവയ്ക്ക് അർത്ഥമില്ലാതായി. അപ്പൊ ഈ സൈക്കിള് ഇന്ന് മുതൽ അക്ഷയുടെ 100% സത്യമാണ്. അതിനെന്താ, ചവിട്ടി നോക്കാലോ. പക്ഷെ അതിനൊക്കെ മുന്നേ ഈ സൈക്കിൾ കാണുമ്പോ അക്ഷയേക്കാൾ കൂടുതൽ സന്തോഷമാവുന്നത് അക്ഷയുടെ അമ്മയ്ക്കായിരിക്കും. അമ്മയെ ഒന്ന് കാണാമോ? ശരി, ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അക്ഷയുടെ അമ്മയെ കാണാനായിട്ട് അക്ഷയുടെ വീടിന്റെ അകത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ കാണാലോ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇതാ നമ്മൾ അക്ഷയുടെ വീട് എത്തിയിട്ടുണ്ട്. അമ്മേ, എനിക്ക് പുതിയ സൈക്കിൾ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഞാൻ ഇടയ്ക്ക് പറയാനുള്ള വിഷ്ണു ചേട്ടൻ എനിക്ക് സൈക്കിൾ കൊണ്ടുവന്നു. വിഷ്ണു ചേട്ടാ, അതാണ് എൻ്റെ അമ്മ. അമ്മയ്ക്കിപ്പോൾ ഒരുപാട് സന്തോഷമായിക്കാം. എന്റെ മാലാഖയെ ഞാൻ കണ്ടു. ഇപ്പൊ ഒന്ന് ചോട്ട് നോക്കിയാലോ? ചെറുക്കനെ മൂപ്പിക്കട്ടായിരുന്നു സത്യം. അവിടെ നിർത്തിയില്ലേ?
ആകാശ് ലെറ്റ്സ് ഗോ. ശരി പോവാം.